ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. അച്യുതൻ, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? SKN ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടും പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാൻ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായി വേണം കണക്കാക്കാൻ. കാരണം ഇന്ന് വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഒന്നോ രണ്ടോ ഇടങ്ങളിലല്ല, നിരവധി ഇടങ്ങളിൽ ഒരേ സമയത്ത് പ്രകോപനം ഉണ്ടാക്കാനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. നിയന്ത്രണ രേഖയിൽ ഷെല്ലിംഗ് ആക്രമണം നടത്തുന്നു. മറ്റിടങ്ങളിൽ ഡ്രോണ്, മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്താനായി ഒരുങ്ങിയത്. പക്ഷേ അത് കൃത്യമായി തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിരിക്കുന്നു എന്നതാണ്. നിലവിൽ ഒരു നാശനഷ്ടങ്ങളും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജയ്സാൽമീറിലെ അടക്കം വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ആ ലക്ഷ്യം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഇന്ത്യ തകർത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ വരുന്ന ശക്തമായ തിരിച്ചടി നൽകാൻ കരവ്യോമസേനകൾ തയ്യാറെടുത്തിരിക്കുന്നു. ശ്രീനഗർ ലക്ഷ്യമിട്ട് ഡ്രോണുകൾ എത്തിയതായി വിവരം വരുന്നുണ്ട്. അതിൽ ശ്രീനഗർ എയർപോർട്ടിൽ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലായിടത്തും കൃത്യമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ ഇന്ത്യ തകർത്തിട്ടിരിക്കുകയാണ് എന്നതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പത്താൻകോട്ടിലെ വ്യോമതാവളത്തിന് തകരാറുകളില്ല എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. പൂഞ്ചിൽ പാക് സൈന്യവും ഇന്ത്യൻ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നതായി ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് ലാഹോറിൽ ചെന്നാണ് ഇന്ത്യ ഇത്തരത്തിൽ കൃത്യമായ മറുപടി നൽകിയത്. ഇന്നലെ രാത്രി 15 ഇടങ്ങൾ തെരഞ്ഞെടുത്ത്, സൈനിക കേന്ദ്രം ഉൾപ്പെടെ 15 ഇടങ്ങൾ തെരഞ്ഞെടുത്തായിരുന്നു പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കാൻ ഒരുങ്ങിയത്. എന്നാൽ ഇന്നലെ രാത്രി കൃത്യമായി തന്നെ ഇന്ത്യ ആ ശ്രമങ്ങൾ തകർത്തു. അതിനൊടുവിൽ ലാഹോറിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർക്കുകയും ചെയ്തു. എന്നിട്ടും പാകിസ്ഥാൻ അടങ്ങിയിരിക്കുന്നില്ല, വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. അച്യുതനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉറിയിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചതായി ഇപ്പോൾ ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നു. അതുപോലെ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലായി അതിർത്തി ജില്ലകളിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ആണ് എന്നറിയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, പൂഞ്ച്, ദാങ്ദർ എന്നീ അന്താരാഷ്ട്ര അതിർത്തികളിൽ വെടിവയ്പ് നടക്കുന്നതായി സൂചനയുണ്ട്. പാക് അതിർത്തി ജില്ലകളിലൊക്കെ തന്നെ ബ്ലാക്ക് ഔട്ടായി എന്നും വാർത്തകൾ വരികയാണ്. SKN പാകിസ്ഥാൻ കനത്ത തിരിച്ചടി നേരിടാൻ തയ്യാറെടുത്തിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് വൈകിട്ട് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ആ നിലയിൽ തന്നെയാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും ഉണ്ടാകില്ല, പക്ഷേ പാകിസ്ഥാൻ അടിക്കാൻ വന്നാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായത്. അത് ജമ്മു കശ്മീരിൽ മാത്രമല്ല, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. പക്ഷേ ഈ ആക്രമണങ്ങളെ ഇന്ത്യൻ പ്രതിരോധ സേന വിഫലമാക്കി എന്നതാണ്. അത് ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് വെച്ച് തന്നെ അവരുടെ മിസൈലുകളെ തവിടുപൊടിയാക്കി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിരിക്കുന്നു. രാജസ്ഥാനിലെ ജയ്സാൽമറിൽ എയർഫോഴ്സ് സ്റ്റേഷന് നേരെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ജമ്മുവിലാകട്ടെ വിമാനത്താവളത്തിന് നേരെയും അതോടൊപ്പം തന്നെ അടുത്തുള്ള RS-പുരയിലെ സൈനിക കേന്ദ്രത്തിനു നേരെയും ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളെയെല്ലാം വിഫലമാക്കി എന്നത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി പാകിസ്ഥാൻ ഇന്ന് നൽകാൻ കഴിഞ്ഞത് അവരുടെ 3 പോർ വിമാനങ്ങൾ വെടിവെച്ചിടാൻ കഴിഞ്ഞു എന്നതാണ്. അത് ഒന്ന്, പാകിസ്ഥാൻ ഏറ്റവും അവരുടെ അഭിമാനമായി യുദ്ധത്തിൽ അല്ലെങ്കിൽ പോർ മുഖങ്ങളിൽ അവരുടെ പ്രധാനപ്പെട്ട ദിലീപ്, ഒരു പ്രധാനപ്പെട്ട വിവരം വിജയകുമാർ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു. വിജയകുമാർ, എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട്? SKN ധർമ്മശാലയിൽ IPL മത്സരം നടക്കുകയായിരുന്നു, അത് നിർത്തിവെച്ചു എന്ന ഏറ്റവും പുതിയ വിവരം കൂടി വരുന്നുണ്ട്. ധർമ്മശാലയിലെ ഇന്നത്തെ IPL മത്സരത്തിന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. തൽക്കാലം മത്സരം നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടെയുള്ള ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ജനക്കൂട്ടത്തോട് സുരക്ഷിതരായി വീടുകളിലേക്ക് മടങ്ങാൻ സേനാ വിഭാഗങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചെത്തിയ ഒരു മത്സരമായിരുന്നു ഇന്ന് ധർമ്മശാലയിൽ നടക്കും. പഞ്ചാബിന്റെ മത്സരമായിരുന്നു. പഞ്ചാബ് സൂപ്പർ കിങ്സിന്റെ മത്സരം, പഞ്ചാബ് ഡൽഹി മത്സരമാണ് അവിടെ നടന്നത്. ആ മത്സരമാണ് ഇപ്പോൾ താൽക്കാലികമായും അല്ലെങ്കിൽ അത് നിർത്തിവെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ മത്സരം നടക്കാൻ സാധ്യതയില്ല. ധർമ്മശാലയിൽ അവിടെ അതിശക്തമായ എയർ അലാമൊക്കെ നേരത്തെ മുഴങ്ങിയിരുന്നു. അവിടെ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്ന ആളുകളോട് സുരക്ഷിതരായി മടങ്ങാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ വലിയ സുരക്ഷാ വിന്യാസവും ഉണ്ട്. മത്സരം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മത്സരം നിർത്തിവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അതിർത്തി സംസ്ഥാനങ്ങൾ, അതായത് പഞ്ചാബ്, രാജസ്ഥാൻ ഉൾപ്പെടെ, ഗുജറാത്ത് ഉൾപ്പെടെ അതിർത്തി സംസ്ഥാനങ്ങൾ
എല്ലാം കനത്ത ജാഗ്രതയിലാണ്. പാകിസ്ഥാൻ ഉടൻ മറുപടി. ജമ്മു വിമാനത്താവളത്തിൽ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. SKN ജമ്മുവിൽ നിന്ന് ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ പറന്നുയർന്നിട്ടുണ്ട്. ഏത് സമയവും പാകിസ്ഥാന് മേൽ അഗ്നിവർഷം ആ വാർത്ത നമുക്ക് നൽകാൻ കഴിയും.